എല്ലാം തികഞ്ഞതിന് ശേഷം ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ടി ഇറങ്ങി തിരിക്കാമെന്ന് കരുതുന്ന ഒത്തിരി ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അടുത്തതായിട്ടൊരു ഇംപെർഫെക്ഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവിടെ വരും. നിങ്ങൾ വിശ്വസിക്കാൻ അറിയില്ല, 10 ലക്ഷമാണ്. 10 ലക്ഷം എടുത്തിട്ട് അന്ന് ആ 17 വയസ്സുകാരൻ ഒരു ബിസിനസ് തുടങ്ങിയതാണ്. എൻ്റെ അമ്മ താലിമാല അടക്കം എനിക്ക് തന്ന് പണയം വെക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കറക്റ്റ് സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ കഴിയുകയും പിന്നെ ഒത്തിരി സുഹൃത്തുക്കൾ പിന്നീട് ശത്രുക്കളായിട്ട് മാറി ഞാനാക്കി എന്ന് വേണമെങ്കിൽ പറയാം. പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ അത് ഷുഗർ ഫ്രീ എന്നുള്ള കോൺസെപ്റ്റുകൾ അടക്കം ആളുകൾ ചില തെറ്റിദ്ധാരണകളുണ്ട്. സ്റ്റിവിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പണ്ട് മുതൽ അവൈലബിൾ ആണ്, ഒത്തിരി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ വീടുകളിലേക്ക് അത് എത്തുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം അതിനെപ്പറ്റി ഞാൻ പഠിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്. നിലവിലിപ്പോൾ നമ്മൾ 100-ന് മേലെ റെസിപ്പി ലോക്ക് ചെയ്തേക്കുന്ന പ്രോഡക്റ്റുകളുണ്ട്. മാർക്കറ്റിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഒരു 35 ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് നല്ലൊരു റെസ്പോൺസ് നമുക്ക് കേരളത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം പ്രീബയോട്ടിക് ഫൈബേഴ്സ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഒരു നമ്മുടെ സ്റ്റൊമക്കിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫൈബർ കണ്ടന്റ് കിട്ടാനും നമ്മുടെ സ്വീറ്റ്സ് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ പലപ്പോഴും ഞാൻ ആത്മഹത്യക്ക് അടക്കം നമ്മൾ ശ്രമിക്കുകയും അത് പരാജയപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രവൃത്തി പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്ത നീയാണോ ഒരു ബിസിനസ് അങ്ങനെ അടക്കം പലരും നമ്മളോട് കളിയാക്കി ചോദിക്കും. ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും കൗൺസിലിംഗ് എടുക്കുക, അങ്ങനത്തെ എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ എടുത്തിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം എൻ്റെ അമ്മയുള്ളിടത്തോളം കാലം എനിക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട്, പുറത്തുനിന്നുള്ളൊരു സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല എന്ന് ഞാൻ പറയണു. എൻ്റെ എല്ലാ വിജയത്തിനും കാരണം അമ്മയാണെന്ന് ഞാൻ പറയുന്നു. ഇറ്റ്സ് ഹാർഡ് ടു ഫൈൻഡ് എ പേഴ്സൺ ഹു നെവർ ഗിവ്സ് അപ്പ്. ഇന്ന് എന്നോടൊപ്പം അത്തരത്തിലുള്ള ഒരാളാണ്. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യൽ. ഇന്നത്തെ സംതിങ് സ്പെഷ്യൽ എന്നോടൊപ്പം മിസ്റ്റർ ടോം ഷാജി. ഹായ് ടോം. ഹായ് ചേച്ചി. സുഖമായിട്ടിരിക്കുന്നു? സംതിങ് സ്പെഷ്യലിലേക്ക് സ്വാഗതം. താങ്ക് യു. ടോമിന്റെ നാട് എവിടെയാ? തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടിയാണ് സ്ഥലം. ഓക്കെ, അവിടെയാണോ ജനിച്ചു വളർന്നൊക്കെ? അല്ല, ഞാൻ ജനിച്ചും വളർന്നൊക്കെ ഇടുക്കി ജില്ലയിലെ പടമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പടമുഖം. ഓക്കെ. അതെ. ഓക്കെ. ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടിയാണ് താമസം. ഓക്കെ. അപ്പൊ ഇടുക്കിയിൽ നിന്നിട്ട് പിന്നെ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ തൃശ്ശൂരിലേക്ക് സ്വിച്ച് ചെയ്തത് അതെന്തായിരുന്നു ടോം? കാരണം എൻ്റെ അച്ഛനും അമ്മയും എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും പഠനത്തിന് വേണ്ടി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ആയിരുന്നു. അപ്പോൾ എൻ്റെയും ചേച്ചിയുടെയും പഠന ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഇടുക്കിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്നതാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. അതുപോലെ ചേച്ചി +2 കഴിഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റിലാണ് അഡ്മിഷൻ കിട്ടിയത്. എൻ്റെ എൻട്രൻസിനെ പഠിപ്പിക്കാനും അങ്ങനെയൊക്കെ ആവശ്യത്തിനായിട്ട് എൻ്റെയും ഞങ്ങളുടെ 2 പഠനത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് തൃശ്ശൂരിലേക്ക് വന്നതാണ്. ഓക്കെ. ഇനി ഈ ടോം ഷാജി എന്ന ഈ ടോമിൻ്റെ ഒരു ജീവിത കഥ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സംതിങ് സ്പെഷ്യലിൽ ടോം വന്നിരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, ടോമിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടൊന്നും പോയതല്ല. ബിസിനസ് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ഒരുപാട് ക്രൈസിസും ഒരുപാട് പ്രോബ്ലംസിനെ ഫേസ് ചെയ്ത് ഒരുപാട് ഈ അപ്സിലേക്ക് എത്തുന്നതിന് മുമ്പേ കുറേ ക്രൈസിസ് ഫേസ് ചെയ്ത ഒരാളാണ്. പക്ഷേ അവിടെ ഒന്നും പതറാതെ, ഒന്നും ഡൗൺ ആവാതെ അതിനെ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടെടുത്ത് ലൈഫിൽ ഇന്നിപ്പോൾ ടച്ച് വുഡ് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു യങ് ഓൺട്രപ്രനർ ആണ് മിസ്റ്റർ ടോം ഷാജി. അതുകൊണ്ട് തന്നെയാണ് ഈ ടോമിനെ നമ്മുടെ സംതിങ് സ്പെഷ്യലിൻ്റെ ഈ ഒരു സീറ്റ് ഇവിടെ വെൽക്കം ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ടോം ചെയ്യുന്നത് എന്തൊക്കെ മേഖലയിൽ എന്തൊക്കെയാണ് ടോമിൻ്റെ ബിസിനസ് കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു പോകാം. ടോം ബിസിനസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ടോമിനെ സംബന്ധിച്ച് വളരെ ഏർലി ഏജിൽ തന്നെ ബിസിനസ്സിൻ്റെ ഒരു ഭ്രമം തലയിൽ വന്നിരുന്നു. ഞാൻ കേട്ടിടത്തോളം 17 വയസ്സിൽ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയി. വളരെ ഏർലി, വെരി യങ് ഏജ്. 17 വയസ്സിൽ, അതും നിങ്ങൾ വിശ്വസിക്കാൻ അറിയില്ല, 10 ലക്ഷമാണ്. 10 ലക്ഷം എടുത്തിട്ട് അന്ന് ആ 17 വയസ്സുകാരൻ ഒരു ബിസിനസ് തുടങ്ങിയതാണ്. എവിടെ നിന്നായിരുന്നു ആ 10 ലക്ഷം? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്തു തരാൻ അച്ഛനും അമ്മയും ഭയങ്കര വില്ലിങ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്നത് തന്നെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എൻ്റെ എന്താവശ്യത്തിനും അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അതിൻ്റെ പുറകെ പോകാൻ എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ പഠനമാണെങ്കിൽ പഠനം, അല്ലെങ്കിൽ ബിസിനസ്സോ ഏതൊരു മേഖലയിലേക്കാണെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ ഒരു ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ ഒരു ബിസിനസ്സൊന്നും അങ്ങനെ ഒരു മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു +1 ആ ഒരു സമയത്താണ് ഇപ്പോൾ തൃശ്ശൂരിലേക്ക് വന്നതുകൊണ്ടായിരിക്കാം, തൃശ്ശൂരിൽ ഒരുവിധം എല്ലാവരും ബിസിനസ്സുകാരാണല്ലോ.
അപ്പോൾ അതുപോലെ എന്താ തൃശ്ശൂരിൻ്റെ ക്ലൈമറ്റ് കിട്ടിയപ്പോൾ മുതൽ എനിക്ക് ബിസിനസ് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അങ്ങനെ എന്താ ഓരോരോ പരിപാടികൾ, ഓരോരോ ചെറിയ ചെറിയ ഓരോരോ കാര്യങ്ങൾ പരീക്ഷിച്ചു അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ എന്താണോ ആവശ്യം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നു. അപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്ന കുടുംബമൊന്നും ആയിരുന്നില്ല. കർഷക കുടുംബമാണ്. അച്ഛനും അമ്മയും കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അച്ഛനൊരു ക്ഷീര കർഷകനാണ്, അമ്മ ഹൗസ് വൈഫാണ്. അപ്പോൾ അത് കാരണം തന്നെ എന്താ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു വരുമാനമോ അല്ലെങ്കിൽ ഒരു പരിധി വിട്ടുള്ള വരുമാനമോ അല്ലെങ്കിൽ ഒരു ബാങ്ക് ബാലൻസോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താ ഞങ്ങളുടെ ആവശ്യത്തിന് എന്താണോ അതൊക്കെ അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അച്ഛനും അമ്മയും സഹകരിക്കുമായിരുന്നു. അപ്പോൾ സ്വർണം പണയം വെച്ചും അതുപോലെ തന്നെ വീടും സ്ഥലവും ഒക്കെ ലോൺ എടുക്കാൻ സഹായിച്ചും അങ്ങനെ എന്താ പറയുക പല ആവശ്യം പല ഘട്ടമായിട്ട് എല്ലാവിധ സപ്പോർട്ട് 10 ലക്ഷം രൂപയ്ക്ക് തുടങ്ങി. അതിനുശേഷം ഉണ്ടായിരുന്ന യാത്രയിലും ഒക്കെ ആയിട്ട് ആവശ്യ സമയത്ത് വേണ്ട എല്ലാ സപ്പോർട്ടും ഫിനാൻഷ്യലായിട്ടും അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. ഈ 10 ലക്ഷം രൂപയിൽ അന്ന് തുടക്കക്കാരൻ, അപ്പൊ ഒരു 16 വയസ്സിൽ തുടങ്ങിയതാണ് ഒരു മോഹം, ബിസിനസ് മോഹം. അപ്പൊ ചുറ്റുമുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരെ കണ്ടപ്പോൾ അവരെ പോലെ എനിക്കും നാളെ വലിയൊരു ബിസിനസ്സുകാരനാവണം, എനിക്കും അവരെ പോലെ റിച്ച് ആവണം, അങ്ങനെ ഒരു മോഹമായിരിക്കും ആ ഒരു പയ്യൻ അന്ന് തോന്നിയിട്ടുണ്ടാവുക ഒരു ടീനേജർക്ക്, അല്ലേ? അല്ല, എന്നെ അതിനൊക്കെ കൂടുതൽ സ്വാധീനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡാണ് എന്നെ കൂടുതലായിട്ട് എന്നെ സ്വാധീനിച്ചത്. അതെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ PC മുസ്തഫ, ID ഫ്രഷിന്റെ PC മുസ്തഫ അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ ലക്ഷ്മി മേനോൻ മാഡം, നമ്മുടെ അമ്മൂമ്മത്തിരിയുടെ ഫൗണ്ടറായിട്ടുള്ള ആ മാഡത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോഴും അവരുടെ സ്റ്റോറീസൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇൻസ്പയറിങ് ആയി. ഇപ്പോൾ അതാണ് ഇപ്പോൾ ഒരു കുറേ കാശുണ്ടാക്കുക എന്നതിലുപരി ഒരു സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള ഒരു ടേം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നതും. അപ്പോൾ അതിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം. കാശുണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി എന്നെ സ്വാധീനിച്ച ഘടകം അതായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ നല്ലൊരു സോഷ്യൽ ഒരു ഓൺട്രപ്രണർ ആവാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്ത ബിസിനസ്, ഈ 10 ലക്ഷം രൂപയ്ക്ക് ആദ്യമായിട്ട് ടോം ചെയ്തത് എന്ത് ബിസിനസ്സാ? ഇപ്പോൾ +1 കഴിഞ്ഞപ്പോൾ മുതൽ ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം +2 കഴിഞ്ഞപ്പോൾ മുതലാണ് ഞാൻ ഓരോന്നിലേക്കായിട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ആദ്യം ചെയ്തത് ഒരു ട്യൂഷൻ മേഖലയിൽ വർക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അപ്പോഴത്തെ അറിവും പ്രാപ്തിയും വെച്ചിട്ട് അതായിരുന്നു എന്നെ സംബന്ധിച്ച് പറ്റിയിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കുന്നത് കാരണം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഏതൊരു മേഖലയിലേക്കാണെങ്കിലും അതിൻ്റെ ഒരു അഭിരുചി വേണമല്ലോ. ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഒരു പ്രസന്റേഷൻ ഒന്നും അത്ര നല്ല കഴിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് അതിൽ ഇപ്പോൾ ഒരു തൃപ്തി കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ ഡിഗ്രിക്ക് ചേർന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു ഫാം വാഗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഫ്രഷ് ആയിട്ടുള്ള എഡിബിൾസ് നമ്മൾ വീടുകളിലേക്ക് എത്തിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പാൽക്കുപ്പി നമ്മുടെ വീടുകളിൽ എത്തുന്ന പോലെ തന്നെ ഈ പച്ചക്കറികൾ അതുപോലത്തെ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടേണ്ട സാധനങ്ങൾ അതാ ദിവസം വീടുകളിലേക്ക് എത്തുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് ഒത്തിരി അവസരങ്ങളും അതുപോലെ തന്നെ അതെനിക്ക് നല്ല രീതിയിൽ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം എനിക്ക് അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മയും അതുപോലെ തന്നെ തുടക്കത്തിലെ ഇറങ്ങി തിരിച്ചിട്ടുള്ളൂ, അല്ലാതെ വലിയൊരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിനുവേണ്ടി പഠിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പരീക്ഷിക്കൽ മാത്രമായിരുന്നു. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ കറക്റ്റ് ഒന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആളുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കാര്യമായിട്ട് ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും എൻ്റെ ചുറ്റുപാടുകൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ ആദ്യമായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കുറേ വീഴ്ചകൾ എൻ്റെ വശത്ത് വന്നിട്ടുണ്ടായിരുന്നു. കോൺസെപ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ കോൺസെപ്റ്റ് അത്ര വലിയ കുഴപ്പമില്ലാതെന്ന് തോന്നുന്നു. പക്ഷെ അത് ചെയ്ത് വെച്ച് പ്രായം വളരെ ചെറുതാണല്ലോ. ഇത് എങ്ങനെ നമുക്ക് കുറെ ഐഡിയാസ് ഉണ്ടാവും, കുറെ കാര്യങ്ങളുണ്ടാവും, പക്ഷെ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊന്നും അറിയേണ്ട പ്രായമേ ആയിട്ടില്ല. അതിൻ്റെതായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മയുടെ കുറെ അബദ്ധങ്ങളും കുറെ തെറ്റുകളെല്ലാം ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഈ ഒരു സമയം തുടങ്ങിയപ്പം ബിസിനസ് ആദ്യമായിട്ട് തുടങ്ങിയതൊക്കെ ടോം ഒറ്റയ്ക്കായിരുന്നു അതോ കൂടെ ഫ്രണ്ട്സും ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? ഒറ്റയ്ക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതിനുശേഷം സപ്പോർട്ട് ചെയ്യാൻ പല സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തുടക്കം ആ ഒരു ഇനീഷ്യേറ്റീവ് ഇഷ്ടപ്പെട്ടുകൊണ്ടും നമ്മുടെ ആ ഒരു എഫേർട്ട് കണ്ടുകൊണ്ടൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ധാരാളം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ നമ്മളിങ്ങനെ ഏതൊരു മേഖലയിലും ഇപ്പോൾ ഉണ്ടാവുമല്ലോ, കുറേ ആളുകൾ ഇങ്ങനെ വലിപ്പിക്കലുണ്ടായിരുന്നു. ഇപ്പോൾ ഫേക്ക് പ്രോമിസുകൾ തന്നിട്ട് നമ്മളെ കുറേ നാൾ നമ്മുടെ അങ്ങനെ കുറേ ഇപ്പോൾ ഞാൻ ഒത്തിരി പേരോട് ഇപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കുന്നത് വെച്ചാൽ എല്ലാവരുടെ ജീവിതത്തിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഒത്തിരി ഇങ്ങനെ വലിപ്പിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ അവരിങ്ങനെ കുറേ നമ്മളിട്ട് കുറേ നമ്മുടെ സമയവും അതുപോലെ തന്നെ കുറേ പ്രതീക്ഷകൾ തന്നിട്ട് പിന്നീട് ഉണ്ടാവുന്ന നിരാശയും അങ്ങനെ കുറേ സിറ്റുവേഷൻസ് അത് എല്ലാവരും നേരിടുന്ന കുറേ
കാര്യങ്ങൾ തന്നെ. അപ്പൊ അന്ന് അങ്ങനെ മെന്റലി ഒക്കെ ഡൗൺ ആയ സമയത്ത് ആരായിരുന്നു ആ ഒരു നീ പിന്നെ നമ്മുടെ ലൈഫിലേക്ക് നമ്മളെ വീണ്ടും നീ എണീറ്റ് വരൂ, നമുക്ക് ഇനിയും ടൈമുണ്ട്, ഒന്നും ആയിട്ടില്ല, യു ജസ്റ്റ് സ്റ്റാർട്ടഡ്, ഇനിയും ലോങ് വേ ടു ഗോ, അങ്ങനെ എല്ലാം പറഞ്ഞു തരാനും കാര്യങ്ങളെല്ലാം ചെയ്യാനും ഒരു മോട്ടിവേറ്റ് ചെയ്തതും അതൊക്കെ ആരായിരുന്നു? അത് എൻ്റെ ഫാമിലി ആ കാര്യത്തിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എൻ്റെ അച്ഛനമ്മ, ചേച്ചി. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് സ്റ്റീവിയ ഡിലൈറ്റ്സ് എന്ന് പറയുന്ന ഇതുപോലത്തെ ഫുഡ് പ്രോഡക്ട്സ് മാത്രമാണോ, അതോ നമ്മുടെ ചായയിലും കാപ്പിയിലും ഒക്കെ ഇടാൻ പറ്റുന്ന വണ്ണമുള്ള സ്വീറ്റ്നർ ആയിട്ടും നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? നമ്മളിതിൽ ചെയ്യുന്നത് ശരിക്കും ഒരു ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ. അതായത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്വീറ്റ്സ് ആളുകളിലേക്ക് പരിചയപ്പെടുത്തുകയും ഇപ്പം നമ്മുടെ സ്വീറ്റ്സ് കഴിക്കുന്നവരെല്ലാവരും രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഈ ഒരു സ്വീറ്റ്നർ നമുക്ക് എന്താ പറയുക ഉപയോഗിക്കാനായിട്ട് കിട്ടുമോ എന്നുള്ള ഇതിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റീവിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്വീറ്റ്നർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പ്രോഡക്ട്സും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പുതിയതായിട്ട് ഈ ഒരു സ്റ്റീവിയയുടെ ഒരു ബ്ലെൻഡും നമ്മൾ ഇറക്കുന്നുണ്ട്. അതായത് എന്താ നമുക്കിത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റീവിയ മാത്രമായിട്ട് വരുമ്പോൾ അതിന് എന്താ പറയാ ഒട്ടും യൂസർ ഫ്രണ്ട്ലി അല്ല. പക്ഷെ നമുക്ക് ഈ ഒരു ഞങ്ങളുടെ ഈ ബ്ലെൻഡ് അത് ശരിക്കും ഈ പഞ്ചസാരകൾ പോലെ തന്നെ നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്ലെൻഡാണ് ഞങ്ങൾ ഇറക്കുന്നത്. അല്ല, അതെനിക്ക് മനസ്സിലായില്ല. യൂസർ ഫ്രണ്ട്ലി അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാട്ടോ? ഇപ്പൊ യൂസർ ഫ്രണ്ട്ലി അല്ല എന്ന് പറയാനുള്ള കാരണം പഞ്ചസാരയൊക്കെ 200 മടങ്ങ് മധുരമാണ്. അപ്പൊ 200-ൽ 1 നമ്മൾ ഇതിൽ ഉപയോഗിച്ചാൽ മതി പഞ്ചസാരയ്ക്ക് പകരം. ഇപ്പൊ നമ്മളൊരു ഒരു സ്പൂൺ പഞ്ചസാരയ്ക്ക് പകരം നമുക്കൊരു ഡ്രോപ്പ് സ്റ്റീവിയ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അവിടെ ആ ഒരു പ്രൊപ്പോർഷൻ ഇപ്പോൾ വീടുകളിൽ വീട്ടമ്മമാർക്ക് ഉപയോഗിക്കാനോ കാര്യങ്ങൾക്കൊക്കെ അത് ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ലഡുവിൽ 60% ഇപ്പോൾ അല്ലെങ്കിൽ 50% ഇപ്പോൾ നമ്മൾ കടലമാവും അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതിന് പുറമെ ബാക്കി വരുന്ന 50% എന്ന് പറയുന്നത് പഞ്ചസാരയായിരിക്കും. അപ്പോൾ ഈ 50:50 എന്നുള്ള ആ ഒരു പ്രൊപ്പോർഷൻ കറക്റ്റ് ആയാൽ മാത്രമാണ് ഇത് ലഡു ആവുള്ളൂ. അപ്പോൾ ഈ 50% എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ സ്വീറ്റ്നെസിന്റെ ലെവലിൽ മാത്രം എന്താ പറയാ കറക്റ്റ് ആയ പോരാ, മറിച്ച് ബാക്കി റോ മെറ്റീരിയൽസിന്റെ പ്രൊപ്പോർഷനും ഈ 50% എന്നുള്ള കടലമാവ് ഒരു 60% ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് എന്താ ലഡുവിന്റെ ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ ആ ഒരു വെയിറ്റ് ലോസും നമുക്കിവിടെ ഈ 50% പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ഇവിടെ ചേർക്കുന്നത് എന്താ പറയാ വളരെ ക്വാണ്ടിറ്റി വൈസ് നമുക്ക് അത്രയും മൈന്യൂട്ട് അളവിലുള്ള സ്റ്റീവിയ ആയിരിക്കും. അപ്പൊ ആ ഒരു വെയിറ്റ് ലോസ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് കാരണമാണ് നമുക്ക് വീടുകളിൽ അത് യൂസർ ഫ്രണ്ട്ലി അല്ല എന്ന് പറയാനുള്ള കാരണം. അതായത് ഈ പഞ്ചസാരയും അല്ലെങ്കിൽ ശർക്കരയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കിപ്പോൾ പായസത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു കൊഴുപ്പ് കിട്ടാനും, അതുപോലെ ഇപ്പോൾ ഇപ്പോൾ കടലമിഠായി നോക്കുവാണെങ്കിൽ കടലമിഠായി ആ ഒരു ഒടിക്കുന്ന ആ ഒരു നമുക്ക് ആ കടലമിഠായി ജസ്റ്റ് എന്താ പറയാ സ്വീറ്റ് ആയിട്ട് മാത്രം കിട്ടിയാൽ പോരല്ലോ, അതിന് ആ ഒരു കടലമിഠായിയുടെ തന്നെ ആ ഒരു ഫീലും നമുക്ക് കിട്ടണം. അതായത് ഇപ്പോൾ നമ്മൾ കടലമിഠായി അത് ഒടിക്കുന്ന ആ ഒടി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ നാൾ അതിന്റെ പുറകെ നടന്നിട്ടുണ്ടായിരുന്നു, ആ ഒടി കിട്ടാൻ വേണ്ടി. അപ്പോൾ ഷുഗറിന് പകരം സ്റ്റീവിയ ഇടുമ്പോൾ ഇങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ ഒടിക്കാൻ പറ്റുന്നില്ല? ഇല്ല, അത് പറ്റില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ശർക്കര ഉരുക്കുമ്പോഴാണ് ആ ഒരു ശർക്കരയാണ് അതിന് ആ ഒരു ബൈൻഡിങ് ഇതായിട്ട് കിട്ടുക. കളർ കൊണ്ടും അത് ഓക്കെ ആവണം. കാരണം ഇപ്പൊ നമ്മൾ കടലമിഠായി എന്ന് പറഞ്ഞിട്ട് ഒരു വെളുത്ത് അല്ലെങ്കിൽ കടലയുടെ തൊലി കളഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഒരു വെളുത്തൊരു നേച്ചറാണ്. അപ്പൊ നമ്മളെ വെളുത്ത ഒരു ബാർ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു കടലമിഠായിയുടെ ആ ഒരു ഫീല് കിട്ടില്ല. ഇപ്പൊ ആളുകൾക്ക് അത് കാണുമ്പോൾ അതൊരു കടലമിഠായിട്ട് തോന്നണം. അതുപോലെ തന്നെ ടേസ്റ്റ് വൈസും ഓക്കെ ആവണം, മൗത്ത് ഫീലും ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ ഒരു കടലമിഠായി എന്നുള്ളൊരു ഇതിൽ വരണം. അപ്പൊ അത് ഇപ്പൊ ഞങ്ങളുടെ കടലമിഠായി നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കടലമിഠായി കാഴ്ചയിൽ കടലമിഠായി ആണ്. അതുപോലെ തന്നെ അതിന്റെ ഒരു ഫീല്, ആ ഒരു ഒടിക്കുന്ന ആ ഒരു ഫീല് നമുക്കത് കറക്റ്റ് വരുന്നുണ്ട്. ഇപ്പൊ ടേസ്റ്റ് നോക്കുവാണെങ്കിൽ സെയിം ടേസ്റ്റ് ആ ഒരു സെയിം ഫീൽ നമ്മൾ മാക്സിമം ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രോഡക്ട്സുകളും. അപ്പം ഈ കടലമിഠായി കഴിക്കുമ്പോൾ നമ്മൾ മറ്റേ കടലമിഠായി കഴിക്കുന്നതിനെക്കാട്ടിലും ഹെൽത്തിയാണ്. തീർച്ചയായും. ഈ 17 വയസ്സിൽ 10 ലക്ഷം രൂപയും വെച്ച് മറ്റൊരു ബിസിനസ് തുടങ്ങിയ ഒരാള്, ഞാൻ കേട്ടത് പിന്നീട് 6 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 23 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ടോമിന് 30 ലക്ഷം കടം വന്നു. അതെന്ന് പറയണത് ഒരു 23 വയസ്സുകാരന് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടിലും വലിയൊരു എമൗണ്ട് ആണ്. 30 lakhs കടം എന്നൊക്കെ പറയുക. അപ്പോൾ ആ ഒരു ലൈഫിന്റെ ആ ഒരു സ്റ്റേജിനെ ടോം എങ്ങനെയാണ് തരണം ചെയ്തത്? ഇപ്പോൾ തുടക്കത്തിൽ ആ ഒരു ബിസിനസ് കുറെ കടം വരുത്തി വെച്ചു. അതിനുശേഷം ഇതിലേക്ക് ഇറങ്ങി ഇപ്പോഴും ആ ഒറ്റയടിക്ക് അങ്ങനെ സക്സസ് ആകുമോ അല്ലെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് സ്റ്റാഫുകൾക്ക് ഒരു ശമ്പളം കൊടുക്കാൻ പറ്റാതെ, ഫുഡ് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ എന്താ കഷ്ടപ്പാടിന്റെ ഒരു മാക്സിമം. ഇപ്പൊ എല്ലാ ബിസിനസിന്റെയും തുടക്കഘട്ടം ഒരുവിധം എങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും.
അപ്പോൾ അതിൽ എന്താ പറയുക പലപ്പോഴും ഓരോന്നായിട്ട് ഇങ്ങനെ ഒരു 90% എത്തും, പിന്നെയും 0 വരും. അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിലും, അതായത് ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിലായിരിക്കട്ടെ, ഏതൊരു കാര്യത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെ തുടക്കത്തിൽ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക കുറേ ആളുകൾ നമ്മുടെ കോൺസെപ്റ്റ് ഇഷ്ടമായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം നമ്മളിങ്ങനെ വലിപ്പിക്കും, നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നമ്മളെ സുഖിപ്പിച്ച് അല്ലെങ്കിൽ കുറേ പ്രോമിസുകൾ തന്നിട്ട് അങ്ങനെയൊക്കെ നമ്മളെ കുറേ വലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അത് കാരണം തന്നെ ഭയങ്കര മാനസികമായിട്ടും ഒക്കെ നമുക്ക് വല്ലാത്തൊരു നമുക്ക് പല സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥ വളരെ മോശം, പിന്നീട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാൻ നേരത്ത് ആവശ്യമില്ലാത്ത കുറേ പ്രതീക്ഷകൾ നമുക്ക് തരും. അത് കഴിഞ്ഞിട്ട് അത് ചുമ്മാ നമ്മളെ ഉപയോഗിക്കുന്നതാണ് നമുക്ക് പിന്നീട് മനസ്സിലാകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. അത് കഴിഞ്ഞിട്ടപ്പോൾ നമുക്കിത് സുഹൃത്തുക്കളോടോ അങ്ങനെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പോൾ പലപ്പോഴും ഞാൻ ആത്മഹത്യക്ക് അടക്കം നമ്മൾ ശ്രമിക്കുകയും അത് പരാജയപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഈ ഒരു പ്രവൃത്തി പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്ത നീയാണോ ഒരു ബിസിനസ് അങ്ങനെയൊക്കെ പലരും നമ്മളോട് കളിയാക്കി ചോദിക്കും. ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ടുണ്ട്. സ്വാഭാവികം. ഇപ്പോൾ തീർച്ചയായും പോയിട്ടുണ്ട്. വളരെ ഞാനും ആലോചിക്കുമ്പോൾ ശരിയാണ്, നമ്മൾ ആ ഒരു സമയത്ത് ആലോചിച്ചിരുന്നത് എങ്ങനെയാണോ മര്യാദയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ പോലും അറിയാത്തവരാണ് നല്ല രീതിയിലേക്കിടക്ക് നമ്മൾ പലപ്പോഴും അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്. എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നത് അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേണമെങ്കിൽ പറയാം ആ സമയത്ത്. ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ ഇങ്ങനെ ഒരു തോന്നലെടുത്ത് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരാൾക്ക് ഒരു സൈക്കോളജിക്കൽ ഇതാണ്, പിന്നെയും അവർക്ക് ടെൻഡൻസി ഉണ്ടാവും. ഡിപ്രഷൻ സ്റ്റേജിൽ തന്നെയാണ് അവരുടെ ലൈഫ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെയും അവർക്ക് അങ്ങനെ വീണ്ടും റെപ്പിറ്റേറ്റീവായിട്ട് ടോം ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ അമ്മയ്ക്ക് അതുകൊണ്ട് അമ്മ ഫുൾ ടൈം കൂടി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വാതിലടയ്ക്കാൻ സമ്മതിക്കില്ല, അമ്മ ഇടയ്ക്ക് വന്ന് നോക്കും. ഇങ്ങനെ ഇടയ്ക്ക് ഇപ്പോൾ എല്ലാവരും മനസ്സിലായി. അപ്പൊ അത്രയും നല്ലൊരു ഡൗൺ ഫേസിലൂടെ പോയ ടോമിന് ശരിക്കും പിന്നീട് ഇങ്ങനെ ഒരു ലൈഫിന്റെ വേറൊരു ഫേസ്, ഇത്ര ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട് എന്നുള്ള ആ ഡോർ തുറന്ന് കാണിച്ചതും ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും കൗൺസിലിംഗ് എടുക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ എടുത്തിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ അമ്മയുള്ളിടത്തോളം കാലം എനിക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട്, പുറത്തുനിന്നുള്ളൊരു സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല. എൻ്റെ ചേച്ചിയുടെ കാര്യത്തിലാണെങ്കിലും എൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഏതൊരു കാര്യത്തിലും അമ്മ സപ്പോർട്ടാണ്. നിങ്ങളുടെ തന്നെ ലഡു ഉണ്ട്, ജിലേബി ഉണ്ട്, കടലമിഠായി ഉണ്ട്, വേറെ പല മധുര പലഹാരങ്ങളുമുണ്ട്. അപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻസ് ഇതൊക്കെ കഴിക്കുന്നത് എല്ലാ അർത്ഥത്തിലും സേഫ് തന്നെയാണോ? അതായത് അവർ ഒരു തരത്തിലും അവർക്ക് മുന്നോട്ട് ചിലർക്ക് സ്നാക്ക് ചെയ്യുന്നൊരു ഹാബിറ്റ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് അവർ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഹെൽത്തിനെ ഒരു രീതിയിലും ബാധിക്കില്ല എന്നുണ്ടോ? ഇത് നമ്മൾ ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു മരുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റേ അല്ല. നമ്മളിതൊരു ബെറ്റർ സ്വീറ്റ്സ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇറക്കിയ ഒരു ഇതാണ്. അതല്ലാതെ എന്താ പറയുക, നമ്മൾ നിലവിലുള്ള സ്വീറ്റ്സ് ആളുകൾ എന്തുകൊണ്ട് കഴിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് പകരം ഒരു ബദൽ ഓപ്ഷൻ ഇല്ലാത്തത് കാരണമാണ്. നമ്മളിതിൽ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെറ്റർ ആൾട്ടർനേറ്റീവ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ ഡയബറ്റിക്കുള്ള ആളുകൾക്ക് എന്നുള്ള രീതിയിലല്ല, എല്ലാവർക്കും ഉള്ള ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഡയബറ്റിക്കുള്ള ആളുകളുടെ കാര്യത്തിൽ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ അവരിത് ഇതിലിപ്പോൾ നമ്മൾ പഞ്ചസാര മാത്രമാണ് നമ്മളിതിൽ ഒഴിവാക്കിയിരിക്കുന്നത്. അതിൽ മറ്റ് ചേരുവകളുണ്ട്. ഇപ്പോൾ കടലമിഠായിൽ നമുക്ക് കടലയില്ലാതെ നമുക്ക് കടലമിഠായി ഉണ്ടാക്കാനായിട്ട് പറ്റില്ലല്ലോ. അതുപോലെ തന്നെ കടലമാവില്ലാതെ നമുക്ക് ലഡു ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ അപ്പോൾ ഈ കടലമിഠായിൽ കടലയിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൈസമിക് ഇൻഡെക്സും അതുപോലെ തന്നെ കലോറിയും ഒക്കെ ഉണ്ട്. അത് അതിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ അവിടെ ചെയ്തേക്കുന്നത് കൂടുതൽ ഹാംഫുൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്ന ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര എന്നുള്ള രീതിയിൽ നമ്മൾ ഒഴിവാക്കി അതിന് പകരം നമ്മൾ സ്റ്റീവിയ നമ്മൾ വെച്ചിട്ട് ചെയ്യുന്ന എന്നുള്ള രീതിയിലാണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ള ഇതിലേക്ക് മാത്രം നമ്മൾ അവകാശപ്പെടാനുള്ളൂ. അതല്ലാതെ ഇപ്പോൾ ഒരു ലഡു കഴിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ 2 ലഡു കഴിക്കാമെന്നുള്ളതാണ് അവിടെ ഒരു അഡ്വാൻറ്റേജ്. അതല്ലാതെ അപ്പോഴും കൺട്രോൾ ഉണ്ടാവണം, മോഡറേഷൻ എപ്പോഴും വേണം. അതല്ലാതെ നമ്മൾ ഇത് കണ്ടിന്യൂസ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇത് എത്ര അളവ് വരെ കഴിക്കാം ഒരു ഡയബറ്റിക് പേഷ്യന്റ്? അവർക്ക് ഏത് ലെവലിലുള്ള ഡയബറ്റിക് അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ എന്നൊക്കെ അനുസരിച്ചിരിക്കും. അപ്പൊ അവർക്ക് എന്താ പറയുക, നമ്മളിതിൽ നോർമൽ സ്വീറ്റ്സ് എത്ര അളവിൽ കഴിക്കാം എന്നുള്ള അളവുണ്ടല്ലോ, അതിനേക്കാൾ നേരെ ഇരട്ടി നമ്മുടെ സ്വീറ്റ്സ് കഴിക്കാമെന്നുള്ളത് നമുക്ക് അവകാശപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ ഒട്ടും പറ്റാത്ത ആളുകളുണ്ടാവും. ഇപ്പൊ ഡയബറ്റിക് അത്രയും പീക്കിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അതില് ഈ പഞ്ചസാര മൂലം ഉണ്ടാവുന്ന കലോറി റിഡക്ഷനും ഗ്ലൈസമിക് റിഡക്ഷനും ആണ് അവിടെ ഉണ്ടാവുന്നുള്ളൂ. മറിച്ച് അവിടെ എന്താ പറയുക, ഇപ്പോൾ കടല കഴിക്കാൻ പാടില്ലാത്തവരുണ്ടാവും. കടലയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ പേടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേടയിൽ പാല് ഇതുണ്ട്. അപ്പോൾ ചിലർക്ക് ചെറിയ രീതിയിലുള്ള കൺസപ്ഷൻ പോലും ബാധിക്കുന്ന രീതിയിൽ അവർ ഡയറ്റ് അടക്കം അതുപോലെ കൺട്രോൾ ചെയ്ത് പോകുന്ന ആളുകളുണ്ടാവും.
പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ എന്താ വല്ല അപകടം സംഭവിക്കുന്ന രീതിയിൽ അത്രയും പീക്കായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ഏതൊരു പ്രോഡക്ട്സ്, അവർക്ക് നോർമൽ സ്വീറ്റ്സ് കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ സ്വീറ്റ്സും എന്താ നോർമൽ സ്വീറ്റ്സ് ഒട്ടും കഴിക്കാൻ പറ്റാത്തതായിരിക്കും. ഇപ്പോൾ നോർമൽ സ്വീറ്റ്സിനേക്കാൾ സേഫ് എന്നുള്ള രീതിയിലാണ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. നോർമൽ സ്വീറ്റ്സ് തീരെ പറ്റാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതും കൺസപ്ഷൻ കുറയ്ക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ എപ്പോഴും നമ്മളെ സംബന്ധിച്ചൊരു മധുരം എന്നുള്ളൊരു ക്രേവിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതാണ് നമ്മളിത് പറയുന്നുള്ളൂ. അതല്ലാതെ മധുരം കഴിച്ചില്ലെങ്കിൽ നമ്മളിതൊരു മരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അതല്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല എന്നുള്ള രീതിയിലേക്കല്ല നമ്മൾ ഇത് വരുന്നത്. ഇപ്പൊ അങ്ങനത്തെ തെറ്റിദ്ധാരണകളുണ്ട് ആളുകൾക്ക്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത്. കാരണം നമ്മളത് അവരുടെ ഇത് നോക്കണമല്ലോ. ഇപ്പൊ എവിടെന്നെങ്കിലും നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി അറിഞ്ഞു, അതിനുശേഷം അവര് അല്ലെങ്കിൽ നമ്മളൊരു നമ്മുടെ പ്രോഡക്റ്റ് മാക്സിമം വിറ്റിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ശ്രമിച്ചാൽ മാത്രം കാര്യമില്ലല്ലോ. അവരുടെ ഹെൽത്തും അല്ലെങ്കിൽ അവർക്കും ഒരു അപകടം ഉണ്ടാവാൻ വേണ്ടി നമ്മളും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അവരോട് കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇതാണ്, നമ്മൾ പഞ്ചസാര ഉണ്ടാക്കുന്ന സ്വീറ്റ്സിനേക്കാൾ മികച്ചൊരു സ്വീറ്റ്സ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതിന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരാത്ത എന്നുള്ള രീതിയിലേക്ക് വരുന്നില്ല. കാരണം ഇതിൽ മറ്റ് ചേരുവകളുണ്ട്, മറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. കടല മിഠായി പോലെ തന്നെ നിങ്ങളുടെ കുറെ പ്രോഡക്ട്സ് ഉണ്ടല്ലോ. ഇപ്പൊ ലഡു, ജിലേബി, അങ്ങനെ വേറെ എന്തെങ്കിലും ഇപ്പൊ എനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. ഇത് ബാദുഷയാണ്. ഇതിപ്പോ കാഴ്ചയിൽ സെയിം ആണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, സ്വീറ്റ് കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇത് ബാദുഷയാണ്. സോ കാഴ്ചയിൽ സെയിമാ. ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ ഇതിന്റെ ടേസ്റ്റ് വ്യത്യാസം എങ്ങനെയുണ്ട്, എന്താണ് ടേസ്റ്റ് എന്നുള്ളത്. ഒരു ടേസ്റ്റ് വ്യത്യാസം എന്ന് പറയാൻ ഒന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ഭയങ്കര കുത്തൽ പോലത്തെ മധുരം ഒന്നുമില്ല. നന്നായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബാദുഷ കഴിച്ചു. അടുത്തത് സ്റ്റീവിയ ഡിലൈറ്റ്സിന്റെ ലഡു ആണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇതും അതെ, കാണുമ്പം സെയിം പോലെ. ഇതൊന്നും കാണുമ്പോൾ ഒരാൾക്കും മനസ്സിലാവില്ല, എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കണം. പക്ഷെ കഴിക്കുമ്പോൾ സാധാരണ ലഡു കഴിക്കുന്നതിനെക്കാട്ടിലും എത്രയായാലും ഇത് കുറച്ചും കൂടെ ഹെൽത്തിയാണ്. ടേസ്റ്റ് നോക്കട്ടെ. നല്ല സോഫ്റ്റ് ലഡു. ബാദുഷ കഴിച്ചപ്പോഴും അതെ, നല്ല സോഫ്റ്റാണ്. ചിലർക്ക് കഴിക്കുമ്പോൾ കുറച്ച് ഹാർഡാവും. ഇത് പക്ഷെ വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതെങ്ങനെയാ? അത് സ്റ്റീവിയ ഇടുന്നോണ്ടാണോ? അല്ല, ഇതിലിപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ അപ്പോൾ പഞ്ചസാരയിലെ ശർക്കര എന്ന് പറയുന്നത് നോർമൽ ടെമ്പറേച്ചറിൽ അതൊരു ഓൾറെഡി സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ അത് ഉരുക്കിയതിന് ശേഷം നമ്മൾ സ്വീറ്റ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലഡു അല്ലെങ്കിൽ നോർമൽ സ്വീറ്റ്സ് ചെയ്യുമ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര വെച്ചിട്ട് ഉണ്ടാക്കി അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എന്താ പറയുക ഉണങ്ങി വരിക ചെയ്യാം. അത് കാരണം അത് ഓൾറെഡി സോളിഡ് സ്റ്റേറ്റിൽ ഇരുന്ന സാധനം നമ്മൾ ലിക്വിഡ് ആക്കി അത് പിന്നെയും അതിൻ്റെ നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരാന്നുള്ളത് പിന്നെയും ക്രിസ്റ്റലൈസ് പിന്നെയും അത് ഹാർഡ് ആവുകയാണ് ചെയ്യാം. നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ സ്റ്റിവി ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ അതിനോടൊപ്പം ചേർക്കുന്ന FOS എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രീബയോട്ടിക് ഫൈബേഴ്സ് ആവട്ടെ, ഇതൊക്കെ ഓൾറെഡി ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സാധനമാണ്. അപ്പൊ അത് കാരണം തന്നെ ഇത് ഒരിക്കലും എന്താ പറയാ എത്ര ദിവസം ഇപ്പൊ ലൈഫ് ഇപ്പൊ നമുക്ക് 30 ദിവസത്തോളം ലൈഫ് വരുന്നുണ്ട്. അതെ. അപ്പൊ ആ ഒരു ലൈഫ് ലോങ് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അപ്പൊ അത് നല്ല ലൈഫും ഉണ്ട് ഇതിന് അല്ലേ? അപ്പൊ ആ ഒരു ലൈഫ് നമുക്ക് ആ ഒരു ഷെൽഫ് ലൈഫ് ഉള്ളിടത്തോളം സമയം തന്നെ ഇത് അത്രയും ആ ഒരു മൗത്ത് ഫീലും ടെക്സ്ചറിലൊന്നും പ്രത്യേകിച്ച് മാറ്റം വരില്ല. ആ ഒരു സോഫ്റ്റ്നെസ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഞാനിപ്പം സ്റ്റീവിയ ഡിലൈറ്റ്സിന്റെ ബാദുഷയും കഴിച്ചു, മോത്തിച്ചൂർ ലഡു അല്ലേ, അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഈ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഇപ്പൊ ഇന്നിപ്പോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സും നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ ഇടട്ടെ അല്ലേ? അപ്പൊ അറിയാൻ പറ്റുമല്ലോ ബാക്കി എല്ലാവർക്കും. കാരണം അത് ഉണ്ടാക്കി അതിന്റെ ഒരു ആളെന്നുള്ള രീതിയിൽ ടോം വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഈ പ്രോഡക്റ്റ് നമ്മളിലേക്ക് എല്ലാം എത്തിക്കുന്നത്, നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവും. ആ ഒരു നിങ്ങളുടെ കമന്റ്സും ഇതിനടിയിൽ എന്തായാലും നിങ്ങൾ ഇടണം. ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കട്ടെ. ഓക്കെ. ഇപ്പം ഈ പറഞ്ഞ ഈ 3 പ്രോഡക്ട്സും, അതായത് ടോംസ് ഹാച്ചറി എന്നുള്ള ഈ 3 പ്രോഡക്ട്സും ഇന്നിപ്പോൾ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിലാണോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്, അതോ ഓവർ ദി കൗണ്ടേഴ്സ് നമുക്ക് ഷോപ്പിൽ പോയാൽ അവൈലബിൾ ആണോ? എങ്ങനെയാണ് ഞങ്ങളിത് വാങ്ങിക്കേണ്ടത്? നമ്മളിത് ചെയ്യുന്നത് ഒരു ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ് ആണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ കേരളത്തിൽ നമ്മുടെ സ്റ്റീവിയ ഡിലൈറ്റ്സിന്റെ ഫ്രാഞ്ചൈസി ഇന്ത്യയിൽ എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആണ്, എല്ലായിടത്തും കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ബജീഡയും അതുപോലെ സിസിലി സ്നാക്സും നമ്മൾ സൗത്ത് ഇന്ത്യയിൽ മാത്രമായിട്ട് നമ്മളത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് UAE നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ വർക്ക് നടക്കുന്നു. അത് ഉടൻ തന്നെ നമ്മളത് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ധാരാളം അവസരങ്ങൾ നമുക്ക് മറ്റ് അബ്രോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഓവർസീസ് പല സ്ഥലങ്ങളിൽ നമുക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിന്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ എത്ര രൂപ നമ്മൾ കാണണം?
നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഇതാണ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വളരെ ഈസി മാനേജബിൾ ഫ്രാഞ്ചൈസികൾ തുടങ്ങുക എന്നുള്ളതാണ് ഈ ടോംസ് ഹാച്ചറി എന്ന് പറഞ്ഞ ഞങ്ങളുടെ കമ്പനി ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്ക് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും, ഒരു ഫുഡ് പ്രിപ്പറേഷൻ അറിയാത്ത ആളുകൾക്ക് പോലും നമ്മുടെ ഫ്രാഞ്ചൈസി എടുക്കാം. അല്ലെങ്കിൽ ഒരു ഷെഫ്ലെസ് മോഡലാണ് എല്ലാം നമ്മുടെ ഫ്രാഞ്ചൈസികളെല്ലാം. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് 2.5 ലക്ഷം രൂപ മുതൽ 3.5 ലക്ഷം രൂപ വരെ ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഫ്രാഞ്ചൈസികൾ ഈ ഒരു 3 രീതിയിലേക്ക് ഇത് വരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന, നമുക്ക് വളരെ വർക്ക് പ്രഷർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിലേക്ക് വേണമെങ്കിലും നമുക്കതിൽ നമ്മുടെ ഒരു ഫ്രാഞ്ചൈസി ആളുകൾക്ക് ഇത് എടുക്കാം. ഓക്കെ, അപ്പോൾ ആർക്കും എവിടെയും ഇതിന്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്താൽ മതി, ഈസി ആയിട്ട് നിങ്ങൾ അതിന് വേണ്ട സപ്പോർട്ട് എല്ലാം ചെയ്തു തരും. ഇനി പ്രോഡക്റ്റ് വാങ്ങണമെങ്കിലോ, എനിക്കൊരു ഫ്രാഞ്ചൈസി എടുക്കാൻ മാത്രമല്ല, എനിക്ക് ഓവർ ദ കൗണ്ടർ പോയിട്ട് ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ ലഡും ബാദുഷയും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ എനിക്കത് വാങ്ങണമെങ്കിൽ ഞാൻ എങ്ങനെയാ വാങ്ങിക്കുക? നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് കാര്യങ്ങളുണ്ട്. ഓൺലൈനായിട്ട് ആളുകൾക്ക് നമുക്ക് വാങ്ങാം, നമ്മുടെ വെബ്സൈറ്റ് വഴിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ വഴിയിട്ട് നമുക്ക് ധാരാളം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് വഴിയിട്ടും ഒക്കെ നമുക്ക് പ്രോഡക്ട്സുകൾ അവൈലബിൾ ആണ്. നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഫ്രാഞ്ചൈസി, ഓരോ ഫ്രാഞ്ചൈസികൾ സക്സസ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എവിടെ ബിസിനസ് ഉണ്ടെങ്കിലും നമ്മൾ കൂടുതലും ഫ്രാഞ്ചൈസികളിൽ കൂടിയിട്ടാണ് നമ്മൾ കൂടുതലും ബിസിനസ് നമ്മൾ ചെയ്യുക. എന്നിട്ട് ആ ഫ്രാഞ്ചൈസി ത്രൂ നമുക്ക് സ്വിഗ്ഗി വഴിയോ സൊമാറ്റോ വഴിയോ ഡയറക്റ്റ് പോയിട്ടോ ഒക്കെ വാങ്ങാം. നമ്മളൊരു 5 തരത്തിലാണ് നമ്മുടെ വിൽപ്പനകൾ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രോഡക്റ്റിന് അവൈലബിലിറ്റി ഉണ്ടാവണം, നല്ലോണം അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ ഓരോ ഫ്രാഞ്ചൈസികളും സക്സസ് ആവുക എന്നുള്ളതാണ് നമ്മുടെയും ഇത് ചെയ്യുന്നത്. നമ്മളെ ഒരു കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ട് അവർക്കും ഒരു വരുമാനം ആഗ്രഹിച്ച് അവർ നമ്മുടെ കൂടെ ഒരു ഭാഗം അയക്കുന്നതാണ്. അപ്പോൾ അത് കാരണം തന്നെ അവർക്ക് മാക്സിമം റിസൾട്ട് കിട്ടത്തക്ക രീതിയിലാണ് നമ്മുടെ എല്ലാ ബിസിനസ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഷോപ്പ് ആൻഡ് ഷോപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രാഞ്ചൈസി നമ്മൾ ഫ്രീ സാമ്പിളിംഗ് വഴിയിട്ടുള്ളൊരു സെയിൽസ് ഉണ്ട്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ നമ്മുടെ ഔട്ട്ലെറ്റ് ഇട്ടിട്ട് ഇപ്പോൾ 3 കാര്യത്തിലാണെങ്കിലും, ബജിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സ്വീറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എടുക്കുവാണെങ്കിലും നമ്മുടെ കൗണ്ടർ, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്താ പറയുക ഷോപ്പ് ഇൻ ഷോപ്പായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കസ്റ്റമർ ബേസ്, നമുക്ക് ഡയറക്റ്റ് ബിസിനസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന് പുറമെ നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോ വഴിയുള്ളൊരു ബിസിനസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് നമ്മളൊരു ടെറിട്ടറി എക്സ്ക്ലൂസിവിറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടെറിട്ടറി എക്സ്ക്ലൂസിവിറ്റിയിൽ അവരുടെ ടെറിട്ടറിയിൽ അവർക്കുള്ള ബേക്കറികളാവട്ടെ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ആവട്ടെ, അവർ ആ ഫ്രാഞ്ചൈസി എടുത്ത ആ സ്ഥലത്തിന് പുറമെ ആ ഒരു ടെറിട്ടറിയിൽ അവർക്ക് നമുക്ക് പ്രൊഡക്റ്റ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുമുള്ള അവസരമുണ്ട്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടും അവർക്ക്, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ കടകളിൽ നിന്ന്, നമ്മുടെ ഫ്രാഞ്ചൈസിയിൽ നിന്ന് മാത്രമല്ല ഈ ഫ്രാഞ്ചൈസികൾ എത്തിച്ചു കൊടുക്കുന്ന നമ്മുടെ സൂപ്പർ മാർക്കറ്റും ഇതുപോലെ ബേക്കറികളിലേക്കൊക്കെ നമ്മുടെ പ്രൊഡക്റ്റുകൾ അവിടെ നിന്ന് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റുകൾ ലഭ്യമാണ്. അതുപോലെ പാർട്ടി ഓർഡേഴ്സും അങ്ങനത്തെ ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാം ഇത് ചെയ്യുന്നത് ഫ്രാഞ്ചൈസിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് ത്രൂ ആണ് പ്രോഡക്ട്സ് വിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾ തീർച്ചയായിട്ടും അവിടെ ഒരു കിയോസ്ക് ചെയ്യണം അല്ലേ? ഇനി നമ്മുടെ കോമൺ മാന് മനസ്സിലാവുന്നതാണ് എന്താണ് നിങ്ങളുടെ കിയോസ്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സ്റ്റീവിയ ഡിലൈറ്റ്സ് ആയിക്കോട്ടെ, ബജ്ജി ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾ കിയോസ്കിലൂടെയാണ് ആൾക്കാരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അതൊന്ന് പറയാമോ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം എങ്ങനെയാണത് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യണത് എന്നുള്ളത്? നമ്മൾ ഈ ഷോപ്പിംഗ് മാളുകളിലൊക്കെ ചെല്ലാൻ നേരത്ത് നമുക്ക് ഈ ചെറിയ ചെറിയ കൗണ്ടറുകൾ നമ്മൾ കാണുന്നുണ്ട്. അത്തരം കൗണ്ടറുകളെ പറയുന്ന പേരാണ് കിയോസ്ക്. ചിലർ കിയോസ്കി പലരും ഇത് പറയാറുണ്ട്. അപ്പോൾ കിയോസ്ക് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്റ്റാളുകളെയാണ് അങ്ങനെ ഇത് പറയുന്നത്. നമ്മുടെ 3 ഇപ്പോൾ സ്റ്റിവിയുടെയും അതുപോലെ തന്നെ ബജി, അതുപോലെ തന്നെ സിസ്ലി സ്നാക്സ്, ഇതിന്റെ 3ന്റെയും കിയോസ്ക് വ്യത്യസ്തമായിട്ടുള്ള കിയോസ്കുകളാണ്. സ്റ്റിവിയുടെ ആ ഒരു പർപ്പസിന് വേണ്ട, സ്റ്റിവിയുടെ ലൈറ്റ്സിന്റെ പർപ്പസിന് ആവശ്യമായിട്ടുള്ള ഒരു കിയോസ്ക് ആണ് നമ്മുടെ സ്റ്റിവിയുടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബജിക്കും നമുക്ക് അതിൽ കുക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു നമ്മുടെ ആ ഒരു പ്രോഡക്ട്സ് കറക്റ്റ് ഡെലിവറി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അടങ്ങിയിരിക്കുന്ന കിയോസ്ക് ആണ്, നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കിയോസ്കിലാണ് നമ്മുടെ 3 ഇത് വരുന്നത്. ഇത് അതിന്റെ ഒരു മോഡൽ. ഇത് ഏതിന്റെയാ? ഇത് സ്റ്റിവിയ ഡിലൈറ്റ്സിന്റെ ആ ഒരു മിനിയേച്ചർ ആണ്. സ്റ്റിവിയ ഡിലൈറ്റ്സിന്റെ കിയോസ്കിന്റെ ഒരു മിനിയേച്ചർ ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രോഡക്ട്സുകൾ ഡിസ്പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനെയാണ് അവരുടെ സ്റ്റിവിയ ഡിലൈറ്റ്സിന്റെ കിയോസ്ക്. ഇത് പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി അല്ലേ? അപ്പൊ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് നിങ്ങൾ, അപ്പൊ ഈ കിയോസ്ക് ആണെങ്കിൽ നിങ്ങൾ തന്നെയാണോ എല്ലാം റെഡിയാക്കി കൊടുക്കുന്നത്, അതോ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർ എടുക്കണോ? നമ്മുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഈ ഒരു ഫ്രാഞ്ചൈസി ഫീൽ തന്നെ അവർക്ക് ഈ പറഞ്ഞ ഒരു നമ്മുടെ ഈ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഈവൻ ഈ ഒരു കിയോസ്ക്, അതുപോലെ മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, അതുപോലെ എന്താ പറയാ സ്റ്റാഫിന് ട്രെയിനിങ്, ഹയറിങ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു പാക്കേജാണ് ഞാൻ ഈ പറഞ്ഞ 2 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ. ഓക്കെ. അപ്പൊ ഇത് കാണിച്ചിരിക്കുന്നത് സ്റ്റീവിയ ഡിലൈറ്റ്സിന്റെ. ഇനി ബജിയുടെ ആണെങ്കിലും
ഉണ്ടോ? അതെ. ഒന്ന് കാണിക്കും. ഇത് നമ്മുടെ സിസ്ലി സ്നാക്സിന്റെ കിയോസ്ക് ആണ്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ബജിയുടെയും ഇത് വരുന്നത്. അതിൽ ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് പ്രോഡക്ട്സ് സൂക്ഷിക്കാനുള്ള ഫ്രീസർ, അതുപോലെ തന്നെ സ്റ്റാഫുകൾക്ക് വേണ്ടിയുള്ള ഫാന്, അതുപോലെ നമുക്ക് എവിടെ നിന്നുകൊണ്ട് വേണമെങ്കിലും നമ്മുടെ സെയിൽസും അതുപോലെ തന്നെ സ്റ്റാഫിനെയും മോണിറ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള CCTV ക്യാമറ, അതുപോലെ തന്നെ POS സോഫ്റ്റ്വെയർ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചേർന്നതാണ് നമ്മൾ ഈ ഒരു ഫ്രാഞ്ചൈസി കിറ്റിൽ. ഈ ഒരു കിയോസ്ക് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് അതിന് കുറേ ഫീച്ചേഴ്സ്, ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്കിത് സ്ട്രീറ്റ് ഫുഡ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനത്തെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ വളരെ ട്രെൻഡിങ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് എന്താ അപ്പോൾ റോഡ് സൈഡിലും ഒക്കെ നമുക്കിത് സ്റ്റാർട്ട് ഒരു തട്ടുകട, ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടൊരു തട്ടുകട എന്നുള്ള രീതിയിലേക്ക് ഇത് വരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങളുടെ കളർ തീം എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഓരോന്നിനും ഡിഫറെന്റ് ബ്രാൻഡിങ് ആണ്. ഇതിൽ തന്നെ നമ്മൾ ഓരോന്നിന്റെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഇംപ്രവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഈ സ്റ്റിവിയുടെ കിയോസ്ക് ജസ്റ്റ് പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഇതിൽ കുക്കിങ്ങും അതുപോലെ തന്നെ എന്താ രാത്രി നമുക്ക് നല്ല അടച്ചുറപ്പോടെ നമ്മൾ എന്താ കൂട്ടി പോകാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ നമുക്ക് റോഡ് സൈഡിലാണെങ്കിൽ അതിൽ സോളാർ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ധാരാളം ഫീച്ചേഴ്സ് അടങ്ങിയതാണ് നമ്മുടെ സ്റ്റിവിയുടെയും അതുപോലെ തന്നെ ബജിയുടെ കിയോസ്ക്. ബജിയുടെയും കൂടെ ഒന്ന് കാണിക്കാമോ? ഇതാണ് ബജിയുടെ. ബ്യൂട്ടിഫുൾ, നന്നായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്, നല്ല കളർഫുൾ. അത്ര മനോഹരമായിട്ട് ഇതെല്ലാം നോക്കൂ, എല്ലാം നല്ല ഭംഗിയായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്നുണ്ടാക്കുന്ന പ്രോഡക്ട്സും സൂപ്പർ തന്നെയായിരിക്കും, നല്ല യമ്മി ഡെലീഷ്യസ് ആയിരിക്കും ഷുവറായിട്ടും. കാരണം അത്ര ഭംഗിയിലല്ലേ നിങ്ങളിത് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടു, എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ടോമിൻ്റെ പ്രോഡക്ട്സ് എല്ലാം ഇങ്ങനെ ഒരു കിയോസ്ക് ത്രൂ തന്നെ എല്ലാം വിൽക്കാൻ നോക്കുന്നത്? സാധാരണ നമുക്ക് ഏതൊരു പ്രോഡക്ട്സും മാർക്കറ്റിൽ നമുക്ക് ഓവർ ദ കൗണ്ടറിൽ നിന്നുമൊക്കെ വാങ്ങാൻ അവൈലബിൾ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ? ഇതിൻ്റെ ഒരു സാധ്യത ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അഫോർഡബിൾ ഫ്രാഞ്ചൈസികൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മേഖല. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു കടമുറി എടുത്ത് അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ ഔട്ട്ലെറ്റുകൾ തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഒരു ഭയങ്കര ഒരു അൺസർട്ടൺ ആയിട്ട് നിൽക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൊക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ വരുന്നതോടൊപ്പം തന്നെ നമുക്കത് ആ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഫ്രാഞ്ചൈസി എടുക്കുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് വർക്കൗട്ട് ആയെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക ലൊക്കേഷൻ മാറ്റാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഓൾറെഡി ആൾക്കാർക്കുള്ള മേഖലകളിലേക്ക് നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനത്തെ കുറെ അഡ്വാൻറ്റേജുകളാണ് നമ്മൾ ഈ ഒരു കിയോസ്ക് മോഡൽ ഇതിന് വരുന്നത്. നമുക്ക് അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അവിടെ വേസ്റ്റ് ആവുന്നില്ല. നമുക്ക് ഇപ്പോൾ ഒരു ഇങ്ങനെ വലിയൊരു നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, നമുക്ക് നല്ല ആ ബിസിനസ് മോഡൽ നല്ലത് തന്നെ. പക്ഷേ നമ്മുടെ ഇപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഓവർഹെഡ് കോസ്റ്റുകൾ നമുക്ക് വളരെ കൂടുതലായിരിക്കും. നമുക്ക് കൂടുതൽ സേഫ് ആയിട്ടുള്ള നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. അതെ, കൂടുതൽ സ്റ്റാഫുകൾ അവിടെ വേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കറണ്ട് ബില്ല്, വേസ്റ്റ് മാനേജ്മെന്റ്, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴും നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു 20,000 രൂപ സെയിൽസ് ടേൺ ഓവറിൽ മാത്രം കാര്യമില്ലല്ലോ. ഒരു 20,000 രൂപയുടെ സെയിൽസ് നമ്മൾ ഉണ്ടാക്കി അതിലൊരു 15,000 രൂപ ചിലവായി പോകുന്നതും നമുക്കൊരു 10,000 രൂപയുടെ സെയിൽ ഉണ്ടായി അതിൽ 5,000 രൂപ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതും രണ്ടും ഈക്വാലന്റ് ആണ്. നമുക്ക് അറ്റ് ദ എൻഡ് നമുക്ക് ഏറ്റവും എത്ര രൂപ നമുക്ക് മിച്ചം പിടിക്കാൻ പറ്റി എന്നുള്ളതാണ് നമുക്ക് അവിടെ നോക്കേണ്ടത്. നമുക്ക് ധാരാളം ടേൺ ഓവർ അല്ലെങ്കിൽ ധാരാളം പൈസ നമ്മുടെ മുന്നിൽ കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. നമുക്ക് എത്ര രൂപ മിച്ചം പിടിക്കാൻ പറ്റി എന്നുള്ളതിൽ അതിലാണ് ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ചെറിയൊരു ബിസിനസ് ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ലാഭം, കൂടുതൽ പ്രോഫിറ്റ് മാർജിൻ നമ്മുടെ ഈ 3 ബിസിനസ് മോഡലിൽ നമുക്ക് അഷ്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അവിടെ വേസ്റ്റ് ആവണില്ല. നമുക്ക് ആ ഒരു ലൊക്കേഷൻ നമുക്ക് വർക്ക്ഔട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ലൊക്കേഷനിലേക്ക് ചൂസ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ഇതിന്റെ ഫ്രാഞ്ചൈസി കേരളത്തിൽ മാത്രമാണോ നിങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ വേറെ എവിടേക്കൊക്കെ അത് എടുക്കാൻ പറ്റും? നമ്മളുടെ ഫ്രാഞ്ചൈസികൾ നമുക്ക് സ്റ്റിവിയ ഡിലൈറ്റ്സിന്റെ ഫ്രാഞ്ചൈസികൾ ഇന്ത്യയിൽ എല്ലായിടത്തും നമുക്ക് ഫ്രാഞ്ചൈസികൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഫോക്കോ മോഡലും നമ്മൾ കൊടുക്കുന്നുണ്ട്, ഫോഫോ മോഡലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ് മോഡലും ഉണ്ട്, ഫ്രാഞ്ചൈസി ഓൺഡ് ഫ്രാഞ്ചൈസി ഓപ്പറേറ്റഡ് മോഡലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഇൻവെസ്റ്റർ ആയിട്ടും നമുക്ക് എന്താ പറയുക നമ്മുടെ ഫ്രാഞ്ചൈസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഒരു ഫ്രാഞ്ചൈസി എടുത്തിട്ട് സ്വന്തം നടത്തി പോകുന്ന ആളുകൾക്കും നമുക്ക് വളരെ അവർക്ക് 2 കൂട്ടർക്കും നമ്മൾ എന്താ ROI അഷ്വേർഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് അഷ്വേർഡ് ആയിട്ട് നമ്മൾ
ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കുന്ന കുറേ പല രീതിയിൽ നമ്മൾ ഈ ഒരു ഫ്രാഞ്ചൈസികൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മുടെ സ്റ്റിവിയ ഡിലൈറ്റ്സിൻ്റെ ഫ്രാഞ്ചൈസികൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും നമ്മുടെ ഫ്രാഞ്ചൈസി നമ്മുടെ സ്റ്റിവിയ ബജിയുടെയും അതുപോലെ സിസ്ലി സ്നാക്സിൻ്റെയും ഫ്രാഞ്ചൈസികൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറമെ നമ്മൾ UAE നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ 3 ഫ്രാഞ്ചൈസികളും ഇനി വരാൻ പോകുന്നത് നമ്മൾ ഇതുപോലത്തെ കൂടുതൽ ഫുഡ് ഫ്രാഞ്ചൈസികളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിലേക്കും നമ്മൾ സാധ്യതകൾ നമ്മൾ നോക്കുന്നുണ്ട്. അവിടെ നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ചെയ്യാനുള്ള സപ്പോർട്ടൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ പലരും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതലും അതുപോലത്തെ നമ്മൾ അത് അന്വേഷിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ചെയ്യുന്നു, അതിൻ്റെ സാധ്യതകളെ പറ്റി നമ്മൾ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ജേർണിയിൽ എല്ലാവിധ ആശംസകളും നേരാണ് ടോം. ഇനിയും ഒരുപാട് ഐഡിയാസ് ഉണ്ട് ടോമിന്. ഇതെല്ലാം മനോഹരമായിട്ട് തന്നെ വരട്ടെ. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ 100 റെസിപ്പീസ് എല്ലാം ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഞങ്ങളിലേക്ക് സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു.